ആർമി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം പോത്തൻകോട് ആണ്ടൂർക്കോണം സ്വദേശി നൌഫൽ എന്ന് വിളിക്കുന്ന മിഥുൻ ഷായെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹിതരായ യുവതികളെ ലക്ഷ്യമാക്കി ആർമി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട് തയ്യാറാക്കിയായിരുന്നു നൌഫലിന്റെ തട്ടിപ്പ്. കൊല്ലം അഞ്ചൽ സ്വദേശിനി വിവാഹിതയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നൌഫൽ പിടിയിലായത്. യുവതിയിൽ നിന്ന് 3,80,000 രൂപയും 4 പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് നൌഫൽ കൈക്കലാക്കിയത്. ആർമി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ ഇൻസ്റ്റഗ്രാമിലൂടെ യുവതികളുമായി പരിചയത്തിലേർപ്പെട്ട ശേഷമാണ് തട്ടിപ്പ് നടത്തുക. ഇതിനായി ഇൻസ്റ്റഗ്രാമിൽ ആർമി എന്ന പേരിൽ ഒരു വ്യാജ അക്കൗണ്ടും ഇയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക. സ്ത്രീകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവരോ അല്ലാത്തവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുക. അവരുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ATM കാർഡ്, സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക. തിരിച്ച് ചോദിക്കുമ്പോൾ ഭീഷണി, നിങ്ങൾ മറ്റേ മോർഫ് ചെയ്ത് ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാം വഴി മോശമായി ചിത്രീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇനിയിപ്പം കസ്റ്റഡി മേടിച്ച് അന്വേഷണത്തിൽ ഇവന്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ചീറ്റ് ചെയ്തതായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കേസുകൾ കൂടുതൽ വരും. വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ അതിവിദഗ്ധമായി പോലീസ് പിടികൂടുകയായിരുന്നു. പ്രധാനമായും വിവാഹിതരായ യുവതികളെയാണ് നൌഫൽ തട്ടിപ്പിനിരയാക്കുക. കുടുംബ ബന്ധം തകരുമെന്ന കാരണത്താൽ പലരും പരാതിപ്പെടാൻ മടിക്കുന്നത് മുതലെടുത്താണ് തട്ടിപ്പ്. 1.5 വർഷം മുൻപ് അഞ്ചൽ സ്റ്റേഷൻ പരിധിയിൽ നൌഫലിനെതിരെ മറ്റൊരു കേസുമുണ്ട്. സൗഹൃദം നടിച്ച് പരിചയപ്പെട്ട യുവതിയെ 1 മാസം കൂടെ താമസിപ്പിച്ച് സ്വർണവും പണവും തട്ടിയെന്നാണ് കേസ്. ഭാര്യയും 3 കുട്ടികളുമുള്ള നൌഫലിനെതിരെ മോഷണ ശ്രമത്തിന് ചിത്ര സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു കേസ് ഉള്ളതായും പോലീസ് പറഞ്ഞു. ജനം, കൊല്ലം.